ഹലോ നമസ്കാരം, എല്ലാവർക്കും COOKS&BAKESിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്യാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്, അത് ചേർത്ത് നമുക്ക് നന്നായിട്ടിത് പഞ്ചസാര എല്ലാം അലിഞ്ഞ് വരുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വിസ്ക് വെച്ചോ ഫോർക്ക് വെച്ചോ എങ്ങനെയെങ്കിലും നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട പഞ്ചസാര ഓയിലിൻ്റെ മിക്സിലേക്ക് നമുക്കിത് കുറേശ്ശായിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതായത് മോര്, അധികം പുളിയില്ലാത്തത് വേണം ചേർക്കാനായിട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ ബീറ്റർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് 1 മുതൽ 2 മിനിറ്റ് വരെ ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. ഇനി ഞാനിവിടെ ഇതിലേക്കൊരു 1/4 കപ്പോളം ചൂടുള്ള വെള്ളം ചേർക്കുന്നുണ്ട്, ഇളം ചൂടുള്ള വെള്ളം. കേക്ക് നല്ല മോയിസ്റ്റ് ആയിരിക്കാനായിട്ട് ഇത് നല്ലതാണ്. ഒരു 1/4 കപ്പിലും കൂടരുത്. നമുക്കിനി ഇളം ചൂടുള്ള ഈ വെള്ളം ചേർത്ത് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ബട്ടറൊക്കെ പറ്റി ബട്ടർ പേപ്പർ ഇട്ടിട്ട് ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിനി ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു സ്ക്യൂർ വെച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അതിൽ കുടുങ്ങി കിടക്കുന്ന എയർ ബബിൾസൊക്കെ പുറത്ത് വെക്കോളും. ഇതിനെ നമുക്ക് ബേക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 175 ഡിഗ്രിയിൽ 30 മുതൽ 35 മിനിറ്റിലാണ് ബേക്ക് ചെയ്തെടുത്തത്. 30 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് സ്ക്യൂർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊരു 15 മിനിറ്റോളം തണുക്കാനായിട്ട് വെച്ചിരുന്നു. ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ അതിൻ്റെ വലുതായിട്ടുള്ള ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു ടവലിട്ടതൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് മോയിസ്റ്റായിട്ട് ഇരിക്കും. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.